ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടീമായ മദീന ഓട്ടോ കൺസൾട്ടൻസിയിലാണ്. വെന്നൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഇനി കറക്റ്റ് ലൊക്കേഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, അവരോട് വിളിച്ച് അന്വേഷിച്ചിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. പുതിയ വണ്ടികളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കമോൺ. പിയാജിയോൻ്റെ KL 58 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2018 മോഡൽ വണ്ടിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബോഡി വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. എല്ലാം ഫിനിഷിംഗ് ആക്കി, പാച്ച് വർക്ക് കാര്യങ്ങൾ, പെയിൻ്റ് എല്ലാം കഴിച്ച് വുഡ് വർക്കൊക്കെ നല്ല പുതിയ വുഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് പ്രത്യേകം പറയേണ്ടതുണ്ട്, കാരണം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നല്ല ഇതിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെഡ് റൈറ്റ്സിൻ്റെ അവിടെയൊക്കെ നല്ലൊരു പ്രത്യേക വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല ഭംഗിയുണ്ട് സാധനം കാണാനായിട്ട്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫിനിഷിംഗ് ആക്കി നിർത്തിയിട്ടുള്ള 2018 മോഡൽ പിയാജിയോൻ്റെ ആപ്പ സിറ്റി എന്ന് പറയുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കിൽ ഒരു ചെറുതായിട്ട് പമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ചോദിക്കുന്നത് 1,60,000 നെഗോഷ്യബിൾ ആണ്. അടവ് നമ്മുടെ ഈ ഒരു മലപ്പുറം ലൊക്കാലിറ്റിയിലൊക്കെ പെട്ടവർക്കാണെങ്കിൽ അടവ് കിട്ടുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 60-70 രൂപയോളം അടവ് കിട്ടുന്ന വണ്ടിയാണ്. ബാക്കി എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയി കൊടുക്കേണ്ടി വരും. നമ്മുടെ ബജാജിൻ്റെ ഒരു വലിയ വണ്ടി കൂടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതാണ് പറയുന്നത്. KL 59 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2017 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. നമ്മുടെ XYDൻ്റെ പഴയ മോഡലാണിത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പാസഞ്ചർ കപ്പാസിറ്റി ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. ബൂട്ട് സ്പേസ് ആണെങ്കിലും നമ്മുടെ ലഗേജ് സ്പേസ് ആണെങ്കിലും ഡ്രൈവർക്കും അത്യാവശ്യം എല്ലാ സ്പേസുള്ള നല്ല സൗകര്യമുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വണ്ടി തന്നെയാണ്. വലിയ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കൂൾ സീസൺ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണിത്. നിലവിൽ ഒരു 6-7 മാസത്തോളം പേപ്പറുള്ള വണ്ടിയാണ്. 2017 മോഡലാണ്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 1,15,000 ഉള്ളൂ. നമ്മുടെ ഈ ബജാജിൻ്റെ ഈ ഒരു മോഡലിന് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടി തന്നെയാണ്. പക്ഷേ റീസെയിൽ മാർക്കറ്റ് വാല്യൂ ലേശം കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് കമ്പനികൾക്കൊക്കെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു കുറഞ്ഞ എമൗണ്ടിനാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്കിവിടെ നിലവിൽ ഒരു പിയാജിയോൻ്റെ ഒരു ആപ്പ വണ്ടി, ഗുഡ്സ് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഗുഡ്സ് വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ്. ഇത് 2016 മോഡലാണ് വണ്ടി വരുന്നത്. KL 59 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2016 മോഡലാണ്. നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ്. നീല കളറ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഗുഡ്സ് വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,60,000 നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വണ്ടി പോകുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ പിയാജിയോൻ്റെ ഒരു വലിയ വണ്ടി നിലവിൽ കിടക്കുന്നുണ്ട്. 2014 മോഡലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ മോഡൽ വരുന്നത് KL 65 നമ്മുടെ തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ തന്നെ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ കണ്ടീഷനാണ് വണ്ടിക്കുള്ളത്. നമുക്ക് എഞ്ചിൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അത് വന്നിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം എടുക്കുക. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വെറും 1,45,000 ആണ്. അപ്പോൾ ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റിൽ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതേപോലെ അടവ് ഏകദേശം ഒരു 60,000 രൂപയോളൊക്കെ അടവ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ അടവ് പഴയ വണ്ടികളാകുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ മലപ്പുറം ലൊക്കാലിറ്റിയിലുള്ള ഒരു ആളുകൾക്ക് അടവ് ഇത്രയും പഴയ വണ്ടികൾക്കൊക്കെ കിട്ടുള്ളൂ. പുറത്തുള്ള ആളുകൾക്ക് കാരണം ഒരു 19 അതിന് മേലേക്കുള്ള മോഡലിനുള്ളൊക്കെ വണ്ടികളെ അടവിന് പുറത്തുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. എന്നാൽ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ബജാജിൻ്റെ ഒരു ഗുഡ്സ് വണ്ടിയുടെ നിലവിൽ കിടക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കൊട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. 2020 മോഡലാണ്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പാച്ച് വർക്കൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. KL 58 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2020 മോഡൽ വണ്ടിയാണ് ഇത് വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 1,95,000 നെഗോഷ്യബിൾ ആണ്. അടവ് കിട്ടുന്ന വണ്ടിയാണ്. ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഗുഡ്സ് വണ്ടി ഒന്നും നമ്മൾ ചിലപ്പോൾ എപ്പോഴും തപ്പുന്ന സമയത്തൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിലവിലുള്ള സമയത്ത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാം. പിയാജിയോൻ്റെ ചെറിയ വണ്ടി തപ്പി നടന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയുണ്ട്. 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന പിയാജിയോൻ്റെ ആപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ചെറുവണ്ടിൻ്റെ ഒരു കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. നല്ലൊരു മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. ഇതിന് 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. 58,000 രൂപയെ വരുന്നുള്ളൂ. നെഗോഷ്യബിൾ ആണ്. പിന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയത് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഒരു വർഷത്തിന് നമുക്ക് ധൈര്യമായിട്ട് പേപ്പറും കാര്യങ്ങളൊന്നും നോക്കാതെ ഓടാവുന്നതാണ്. പഴയ വണ്ടികളാകുമ്പോൾ എന്തായാലും നമുക്ക് 1 വർഷമേ കിട്ടുള്ളൂ. പുതിയ വണ്ടികൾക്ക് അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്, 2 വർഷത്തോളം കിട്ടും. ഈ ഒരു വണ്ടിക്ക് 1 വർഷം നിലവിൽ പേപ്പറുള്ള വണ്ടിയാണ്. 58,000 ചോദിക്കണമെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട്. അപ്പോൾ മദീന ഓട്ടോ കൺസൾട്ടൻസിയിൽ പഴയ വണ്ടികൾ മാത്രമല്ല, ഒരു ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ഒരു വണ്ടി എങ്ങനെ കിട്ടുമോ അതേ കണ്ടീഷൻ പക്കയുള്ള വണ്ടിയും കിട്ടും. അതിൻ്റെ ഒന്നും കൂടെ അപ്ഡേഷൻ ആയിട്ടുള്ള വെർഷനും കിട്ടും. നല്ലൊരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തരാൻ. നിലവിൽ സാധനം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴൊന്നും രണ്ടും കൂടെ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി
ഇത് നമ്മുടെ ഷോറൂമിൽ എങ്ങനെയാണോ നമുക്ക് വണ്ടി കിട്ടുന്നത് അതേ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ പോയാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണ് കിട്ടുക. ആ സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവർ തരുന്നത്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊന്നും ഷോറൂം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഷോപ്പ് സന്ദർശിച്ചാൽ ആ കണ്ടീഷനിൽ അതേപോലെ കറക്റ്റ് പേപ്പർ വർക്കും എല്ലാം ഇവർ ചെയ്തു തരുന്നതാണ്. ഇതിൻ്റെ വുഡ് വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു വണ്ടി എടുത്താൽ ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും നമുക്ക് പാസഞ്ചറിനായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ പോയി ഓടാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ വുഡൊക്കെ നോക്കി ഒരു മഴ വന്നാലോ കാര്യങ്ങളോ വന്നാലോ ഇതിൻ്റെ കംപ്ലീറ്റ് ഉള്ളിലായിരിക്കും ഇതിൻ്റെ വെള്ളമൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് എടുത്തിട്ട് പിന്നെ ഇതിൽ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ വണ്ടി ഒന്നും കൂടെ അപ്ഡേഷൻ ചെയ്യണം. കമ്പനി എന്തായാലും ഈ ഒരു കണ്ടീഷനിലേ തരുള്ളൂ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും പണിയെടുപ്പിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. ഇത് എവിടെ നിന്ന് കിട്ടും, നല്ല സാധനം കിട്ടുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് കോലത്തിൽ പണിയെടുപ്പിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എവിടെ കൊണ്ടുപോകണം ആ കോലത്തിലാവും നമുക്ക് പണി കിട്ടുക. അപ്പോൾ ഈ കോലത്തിൽ കിട്ടുന്ന ഈ ഒരു വണ്ടീനെ നേരെ ഈ ഒരു കോലത്തിലേക്ക് ആക്കിയിട്ടും ഇവിടുന്ന് കിട്ടും. ഇത് നമ്മൾ കാണിച്ച ആ സെയിം സാധനം തന്നെയാണ്, നമ്പർ ഇടാത്ത ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വണ്ടി തന്നെയാണിത്. ഇത് നമ്മളിനിപ്പോൾ കൊണ്ടുപോയിട്ട് ഒരു പണിയെടുപ്പിച്ചാൽ ഏത് കോലത്തിലാവോ ആ ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ട കണ്ടീഷനിൽ നിന്ന് ഈ ഒരു കണ്ടീഷനിലേക്ക് മാറ്റണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഉണ്ട്, നല്ലൊരു എമൗണ്ടും ചിലവാക്കണം. നമ്മൾ തന്നെ ഒരുപാട് മെനക്കെടേണ്ടതുണ്ട്. ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു വണ്ടിയിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് ഈ ഒരു വണ്ടിയിൽ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇതിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് വന്നിട്ടുള്ളത് മിററിൽ മാറ്റമുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ സീറ്റ് വർക്ക് ഒന്ന് നോക്കിയേ. ആ സീറ്റും ഈ സീറ്റും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഈ ഒരു സീറ്റ് വർക്കിന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്യണമെങ്കിൽ 10-16,000 രൂപയുടെ ഒരു സീറ്റ് വർക്ക് തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു തൂണ്, ഈ ഒരു കമ്പി, ജസ്റ്റ് ഒരു ഇതുപോലത്തെ ചെറിയൊരു കമ്പിയാണ് ഈ സൈഡിൽ കമ്പനി കൊടുക്കുന്നത്. ഈ സാധനമൊക്കെ മാറ്റിയിട്ട് ഈ കമ്പിൻ്റെ ഈ ഒരു പണി ചെയ്യാൻ മാത്രം 10-15,000 രൂപകളുണ്ട്. എനിക്കിത് എൻ്റെ മുന്നിലൊരു വണ്ടി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേപോലെ ഇതിമേ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ വർക്കിന് മാത്രം 2,500 രൂപ ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതും കൂടാതെ ഈ വുഡ് വർക്കുകളാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഈ സൈഡ് ബമ്പറുകൾ, വീൽ കപ്പുകൾ, റൂട്ട്സിൻ്റെ ഹോണ്, അതുപോലെ ഈ വൈപ്പറുകൾ, സൈഡിലെ പൈപ്പുകൾ, ഒരുപാട് ഫിറ്റിങ്സ് ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 10-20,000 രൂപ വരും. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വണ്ടി ആ ഒരു കണ്ടീഷനിൽ വേണമെങ്കിൽ ഇവിടുന്ന് തരും. ഇതുപോലെ പണിയെടുപ്പിച്ച കണ്ടീഷനിൽ വേണമെങ്കിൽ ഇങ്ങനെയും തരും. ഇതിലിനി നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ ഓടുക അത്രേ ഉള്ളൂ. അതിൽ ഇനിയും നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,75,000 രൂപയാണ്. ഇത് ഈ ഒരു കണ്ടീഷനിൽ പണിയൊക്കെ എടുപ്പിച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ 3,20,000 ചോദിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു കണ്ടീഷനിൽ ഉള്ളവരാണെങ്കിൽ ഈ കണ്ടീഷനിലും തരും, ആ കണ്ടീഷനിലാണെങ്കിൽ അങ്ങനെയും തരും. അപ്പോൾ നമുക്ക് യൂസ്ഡ് ആണെങ്കിലും പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ മദീന ഓട്ടോ കൺസൾട്ടൻസിയിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്, എല്ലാം കൂടെ നമ്മുടെ വീഡിയോയിൽ ലെങ്ത്തിൻ്റെ ഒരു പരിമിതി മൂലം കുറയ്ക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും വണ്ടിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.